1972 സത്യമംഗലം കാടുകളിൽ നിന്നും ലഭിച്ച് ആനമലയിലെ വരകളിയാറിൽ കുംകിയാന പരിശീലനം പൂർത്തിയാക്കി 99 വിജയകരമായ കുംകി ഓപ്പറേഷനുകൾ പൂർത്തിയാക്കിയ തമിഴ്നാടിൻ്റെ ഇതിഹാസ നായകനാണ് ആനമല കലീം എന്ന താപ്പാന. കുംകിയാന ഓപ്പറേഷനുകളിൽ തമിഴ്നാടിൻ്റെ തുറുപ്പിച്ചിട്ടായിരുന്നു കലീം. വർഷങ്ങൾക്കിപ്പുറം 60ൻ്റെ നിറവിലെത്തിയ കലീം തൻ്റെ കുംകിയാന ജീവിതത്തിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അതെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കുംകിയാനയായിരുന്ന ആനമല കലീമിന് ഇനി വിശ്രമത്തിൻ്റെ നാളുകൾ. ആനത്താഴ്വരയായ കോഴിക്കാമുത്തിയിലെ കാട്ടാറുകളിൽ നീരാടിയും വൻമരങ്ങളോട് കഥ പറഞ്ഞ് തൻ്റെ വിശ്രമ ജീവിതം ആഘോഷിക്കുകയാണ് കലീം. അരനൂറ്റാണ്ടിന് ശേഷം കുംകിയാനയായി പടിയിറങ്ങുന്ന ഇതിഹാസ താരം കലീമിൻ്റെ പദവിയിലേക്ക് ഇനി ആര് എന്ന ചോദ്യം പ്രാധാന്യമേറിയത് തന്നെയാണ്. കാട്ടുകൊമ്പന്മാരോട് പോരാടുമ്പോൾ കുംകിയാനകളെ മുന്നിൽ നിന്ന് നയിക്കാൻ എന്തിനും പോന്ന ഒരുവനെ തിരഞ്ഞെടുക്കുന്നത് അനിവാര്യ ഘടകം തന്നെയാണ്. അതെ, അങ്ങനെയൊരു നായകനാവാൻ മുൻഗണനയുള്ള ആനയെ ടോപ്പ് സ്ലിപ്പ് ആന ക്യാമ്പിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ 2 വിജയകരമായ ഓപ്പറേഷനുകൾ പൂർത്തിയാക്കിയ ആനമല ചിന്നത്തമ്പിയാണ് ആനമല കലീമിന് പകരക്കാരനാവാൻ ആനക്യാമ്പിൻ്റെ ആദ്യ മുൻഗണന. 30നോടടുത്ത് പ്രായമുള്ള ചിന്നത്തമ്പിക്ക് കുംകിയാനയായി പരിശീലനം ലഭിച്ചിട്ട് അധികം വർഷങ്ങളായിട്ടില്ല എങ്കിലും 2 വിജയകരമായ ഓപ്പറേഷനുകൾ പൂർത്തിയാക്കാൻ ആനയ്ക്ക് സാധിച്ചു. 2022 ഏപ്രിലിൽ ഡിണ്ടിക്കല്ലിലെ കണ്ണിവാടിയിൽ വെച്ച് കലീമിനൊപ്പമായിരുന്നു ചിന്നത്തമ്പിയുടെ ആദ്യ ഓപ്പറേഷൻ. വഴിതെറ്റി ഗ്രാമത്തിലിറങ്ങിയ ആനകളെ തുരത്തിയോടിക്കുക എന്നതായിരുന്നു അന്നത്തെ ദൗത്യം. കോയമ്പത്തൂരിനടുത്ത് 2ാം തവണയും മോഴയാനയെ പിടികൂടുവാനുള്ള ശ്രമത്തിനിടയിൽ വാഴത്തോട്ടത്തിൽ വലിയ തിക്കും തിരക്കും ബഹളവും ആയിരുന്നിട്ടും ചിന്നത്തമ്പി വളരെ ശാന്തനായി നിന്ന് ആ ഒരു ദൗത്യവും വളരെ വിജയകരമായി പൂർത്തിയാക്കി. കാട്ടിൽ നിന്ന് പിടികൂടുന്നതിന് മുൻപ് തന്നെ ആളുകളുടെ ശബ്ദവുമായും മറ്റ് ബഹളങ്ങളുമായും പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്നതിനാൽ ഇന്നത്തെ കുംകിയാനയായ ചിന്നത്തമ്പി ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് വളരെയധികം പൊരുത്തപ്പെടുന്നു. അതുമാത്രമല്ല, ഒരു കുംകിയാനയ്ക്ക് വേണ്ട ശരീരഘടനയും കൊമ്പുകളും ചിന്നത്തമ്പിക്ക് ഉണ്ട് എന്ന് 3 പതിറ്റാണ്ടോളം വനം വകുപ്പിൽ പ്രവർത്തിച്ചു വിരമിച്ച മൃഗഡോക്ടർ NS മനോഹരൻ വ്യക്തമാക്കുന്നു. വനപാലകർക്ക് പുറമെ പരിചയസമ്പന്നരായ പാപ്പാന്മാരും ചിന്നത്തമ്പിയെ കലീമിൻ്റെ പിൻഗാമിയായി തന്നെ കണക്കാക്കുന്നു. 2019 തൻ്റെ 25ാം വയസ്സിൽ ഉദുമൽപേട്ടയ്ക്ക് സമീപമുള്ള കണ്ണാടിപ്പുത്തൂരിൽ നിന്നാണ് ചിന്നത്തമ്പിയെ പിടികൂടുന്നത്. ചിന്നത്തമ്പിയെ ഒരു വിശ്വസ്തനായ കുംകിയാനയായി വളർത്തിയെടുക്കാൻ നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. അതെ, ഇനി ചിന്നത്തമ്പിക്ക് പരിശീലനത്തിൻ്റെ നാളുകളാണ്. കുംകിയാനകളിലെ രാജാവായി കലീമിൻ്റെ പകരക്കാരനാവാൻ ചിന്നത്തമ്പിക്ക് ആശംസകൾ നേരാം.